ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീടിൻ്റെ പണി നടക്കുവാണ്. അപ്പോൾ ഇപ്പോൾ തേപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഇൻറ്റീരിയറിനുള്ള വർക്ക് നടക്കുവാണ്. അപ്പം നമ്മൾ അവർക്ക് എവിടേക്കാണ് ബെഡ്റൂമിലും കിച്ചണിലും അങ്ങനെ ഇവിടെ എവിടേക്കാണ് വേണ്ടതെന്നെല്ലാം പറഞ്ഞു കൊടുത്തു. ഏതൊക്കെ ഡിസൈനാണ് വേണ്ടതെന്നെല്ലാം ഞങ്ങൾ സംസാരിച്ച് സെറ്റായി. അപ്പോൾ അവർ വന്നിട്ട് വർക്ക് തുടങ്ങി. ഇപ്പം ബെഡ്റൂമിൻ്റെ വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ഇതുപോലെ നമുക്ക് വേണ്ട രീതിയിൽ അവർ അത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഈ ഫെറോ സിമെൻറ്റിൻ്റെ ബോർഡ് വെക്കുകയാണ് ചെയ്യുന്നത്. അവരപ്പോൾ ആവശ്യത്തിന് ഇതുപോലെ കുറേ ഫെറോ സിമെൻറ്റിൻ്റെ ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിസൈൻ അനുസരിച്ച് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആ ഫെറോ സിമെൻറ്റിൻ്റെ ബോർഡ് സൈസിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സിമെൻറ്റ് വെച്ചിട്ട് അതിനകത്ത് ഫിക്സ് ചെയ്ത് വെക്കും. നമ്മൾ ബെഡ്റൂംസിലെ വാർഡ്രോബും അതുപോലെ കിച്ചണിലെയും എല്ലാം ഇത് വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. വീഡിയോയ്ക്ക് അധികം ക്ലാരിറ്റി ഇല്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് കാണാമല്ലോ ആ ഫെറോ സിമെൻറ്റിൻ്റെ ബോർഡ് അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസിനനുസരിച്ച് കട്ട് ചെയ്ത് അവിടെ യോജിപ്പിച്ച് വെക്കുന്നതൊക്കെ കാണാമല്ലോ. പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് തന്നെ വർക്കെല്ലാം കഴിഞ്ഞായിരുന്നു. ഇത് വെച്ച് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ആ ബാക്കി ഹോൾസിൽ സിമെൻറ്റ് വെച്ചിട്ട് അത് യോജിപ്പിച്ച് അത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമെൻറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് പിറ്റേന്ന് മുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ദിവസത്തേക്ക് വെള്ളമെല്ലാം നനച്ചു കൊടുക്കണം. ഇവർ ജോലിക്കാരുണ്ടായിരുന്ന സമയത്ത് അവർ തന്നെയാണ് ആദ്യത്തെ 2-3 ദിവസം അവരുണ്ടായിരുന്ന ആ ദിവസങ്ങളിലെല്ലാം അവർ തന്നെ നനച്ചു കൊടുത്തു. അവർ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ദിവസവും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് ബെഡ്റൂമിലെ ഫൈനൽ ലുക്ക്. ലാപ്ടോപ്പ് ടേബിളും പിന്നെ ഡ്രസ്സിൻ്റെ വാർഡ്രോബും കൂടാണ് വരുന്നത്. അതുപോലെ കിച്ചണിലെ ഞാൻ കാണിക്കാം. പണിയെല്ലാം കഴിഞ്ഞിട്ടുള്ള നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ. ബൈ.